കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ ഇറക്കിയായിരുന്നു 5 കാര്യങ്ങൾ. നിങ്ങളത് കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. അതിലൊന്നാമത്തെ കാര്യമായ ആഫ്രിക്കൻ ഒച്ചുകൾ. ഈ ആഫ്രിക്കൻ ഒച്ച് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരുപക്ഷെ നിങ്ങൾ കേരളം ചിരിക്കും. പക്ഷേ അത് കേരളത്തിൻ്റെ പച്ചപ്പിനെ കാർന്നു തിന്നുന്ന ഒരു ഭീകര ജീവിയാണെന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോഴും വിശ്വസിക്കില്ല. അതുമാത്രമല്ല, ഈ ജീവിയുടെ, ഈ ആഫ്രിക്കൻ ഒച്ചിൻ്റെ സ്രവം നമ്മുടെ മുറിവുകളിൽ കൊണ്ടാൽ അതിൻ്റെ വൈറസ് വന്ന് നമുക്ക് മാനഞ്ചൈറ്റീസ്, അതായത് തലച്ചോറിൽ പനി പിടിക്കുന്ന ഒരവസ്ഥ വന്ന് ന്യൂമോണിയ വരും എന്നുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? എങ്കിൽ അതാണ് സത്യം. അപ്പോൾ ഈ ആഫ്രിക്കൻ ഒച്ചിൻ്റെ വിശദമായ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിരുന്നു, അതുകൊണ്ട് കൂടുതൽ ഞാൻ ദീർഘിപ്പിക്കില്ല. നിങ്ങൾ ലോകാവസാനത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? അത് സത്യമോ മിഥ്യയോ, ഇന്നോ നാളെയോ നമുക്കതറിയില്ല. പക്ഷേ വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ ലോകാവസാനത്തെക്കുറിച്ച് കൃത്യമായി വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ പ്രവചനങ്ങളും നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു വിശുദ്ധ ഗ്രന്ഥം ബൈബിൾ, അതിലൊരു കോട്ടിംഗ് എടുത്താൽ അതിൽ വളരെ കൃത്യമായിട്ടൊരു കാര്യം പറയുന്നുണ്ട്. അത് ജോവലിൻ്റെ പുസ്തകത്തിൽ മില്യൺസ് ഓഫ് സിംബലൈസ്ഡ് ക്രീച്ചേഴ്സ് വിൽ ഇൻവേഡ് ദ ക്രോപ്സ് ഓഫ് ദ വേൾഡ് എന്ന് പറഞ്ഞാൽ, മില്യൺ കണക്കിന് സിംബലൈസ്ഡ് ക്രീച്ചർ, അതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. സിംബലൈസ്ഡ് ക്രീച്ചർ വിൽ ഇൻവൈറ്റ്, നശിപ്പിക്കും നമ്മുടെ ഈ ലോകത്തിലുള്ള എല്ലാ ധാന്യങ്ങളും അല്ലെങ്കിൽ ഫലങ്ങളെ, ഫ്രൂട്ട്സുകളെ എല്ലാം തിന്ന് നശിപ്പിക്കുന്ന ഒരു ഭീകരജീവി കടന്നു വരുന്നു ലോകാവസാനത്തിൻ്റെ കാലഘട്ടത്തിൽ. ബൈബിളിൽ അതിൽ പറഞ്ഞിരിക്കുന്നത് വെട്ടുകിളികൾ എന്നാണ്. അവിടെയാണ് നമ്മളൊരു കാര്യം ആലോചിക്കേണ്ടത്. സിംബലൈസ്ഡ് ക്രീച്ചർ ഈ വിശുദ്ധ ഗ്രന്ഥങ്ങളിലും ഈവൻ നോസ്ട്രഡാംസിൻ്റെ പ്രഡിക്ഷനിലും പറഞ്ഞ ഒരു കാര്യമുണ്ട്. നോസ്ട്രഡാംസിൻ്റെ ഒരു പ്രശസ്തമായ കേരളത്തെ സംബന്ധിക്കുന്ന ഒരു പ്രവചനമുണ്ട്. അതായത് ജലാശയങ്ങൾ, 2 മലകൾ താങ്ങി നിർത്തുന്ന ഒരു വലിയൊരു ജലാശയം പൊട്ടിത്തകർന്ന് ലക്ഷക്കണക്കിന് ജനങ്ങൾ മരിക്കുമെന്ന് ഒരു കവിതയുടെ രൂപത്തിലാണ് ആളത് എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ 2 മലകൾ, ജലാശയം, ഒരിക്കലും ആൾ മുല്ലപ്പെരിയാർ എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ അത് പൊട്ടിത്തെറിച്ച് ലക്ഷങ്ങൾ മരിക്കുമെന്ന് അദ്ദേഹം പ്രവചിച്ചിട്ടുണ്ട്. അതുപോലെ വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ ഖുറാനായാലും ഭഗവത്ഗീതയായാലും ബൈബിളായാലും സിംബലൈസ്ഡ് ആണ് പറയണത്. അതായത് അതാവാം, അതല്ലെങ്കിൽ വേറൊരു വസ്തുവാവാം. അപ്പോൾ വെട്ടുകിളികൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരുപക്ഷെ നമ്മുടെ ഈ ആഫ്രിക്കൻ ഒച്ചുകളാവാം. എന്തായാലും ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഈ കമൻറ്റ് ബോക്സിൽ ഞാൻ എൻ്റെ ആഫ്രിക്കൻ ഒച്ചിനെ എങ്ങനെ നശിപ്പിക്കാം എന്നുള്ള ഒരു വീഡിയോ ഇടാം. അത് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ.